ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെ മാസ് കോമഡി കളർഫുൾ എന്റർടൈനർ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്ക ഇപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണല്ലോ അഭിനയിച്ചു വരുന്നത്. ത്രൂ ഔട്ട് ആയിട്ട് മമ്മൂക്കയാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മമ്മൂക്കയാണ് ഈ ഒരു ചിത്രത്തിലെ നായകൻ. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, മോഹൻലാൽ എന്നീ വലിയ താരനിരയും ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ തെന്നിന്ത്യൻ താരറാണി നയൻതാരയും ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നു. ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഇന്ന് ആരംഭിക്കുകയാണ്. മമ്മൂക്കയോടൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, മോഹൻലാൽ എന്നിവരുടെ എല്ലാം കോമ്പിനേഷൻ സീനുകൾക്കാണ് കൊച്ചിയിൽ കളം ഒരുങ്ങുന്നത്. ഈ ഒരു ചിത്രത്തിനായിട്ട് മമ്മൂക്ക 110 ദിവസത്തോളം ഡേറ്റ് നൽകിയപ്പോൾ മറ്റൊരു സിനിമയിലും അഭിനയിക്കാതെ 6 മാസങ്ങളാണ് മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. മെയ് പകുതിയോട് കൂടെ സിനിമ പൂർത്തിയാവും. അതിനുശേഷമാണ് മമ്മൂക്ക നിതീഷ് സഹദേവ് ചിത്രത്തിൽ ജോയിൻ ചെയ്യുക. ആ ഒരു ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം പക്ക ഒരു കോമഡി മാസ് മസാല എന്റർടൈനർ സിനിമ കൊണ്ട് തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് മെഗാസ്റ്റാർ മമ്മൂക്ക. കോമഡി മാസ് എന്റർടൈനർ സിനിമയായിട്ട് ഈ അടുത്ത കാലത്ത് മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിൽ എത്തിയത് ടർബോ എന്ന് പറയുന്ന സിനിമയായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് അത്രത്തോളം ഒരു വർക്കായ സിനിമയായിരുന്നില്ല ആ ഒരു സിനിമ. രണ്ടഭിപ്രായം ഉണ്ടായിരുന്ന സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വിജയം കൈവരിച്ചു. ചിത്രത്തിലെ ആക്ഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. എന്നാൽ കോമഡി കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ വർക്കായില്ല എന്നുള്ള പരാതിയായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. 2002-2010 കാലഘട്ടത്തിനിടയിൽ മമ്മൂക്ക ഒട്ടനവധി കോമഡി എന്റർടൈനർ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. രാജമാണിക്യം, തുറുപ്പുകുലാൻ, അണ്ണൻ തമ്പി, തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, പോക്കിരി രാജ എന്നീ സിനിമകളെ കൊണ്ട് കളർഫുൾ കോമഡി എന്റർടൈനർ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടനായിരുന്നു മമ്മൂക്ക. എവിടെയോ ഇത്തരം സിനിമകളുടെ രസച്ചരട് മമ്മൂക്കക്ക് നഷ്ടമാകുകയും ആ ഒരു പാറ്റേണിലുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടെ ഇത്തരത്തിലുള്ള സിനിമകളോട് നോ പറയുകയായിരുന്നു പിന്നീട് മമ്മൂക്ക. വീണ്ടും ഈ ഒരു ജോണറിലുള്ള സിനിമയുമായിട്ട് എത്തി തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മമ്മൂക്ക. തിരുവനന്തപുരത്തെ ഉൾഭാഗത്തുള്ള ഒരു ലാംഗ്വേജുമായിട്ടാണ് സിനിമയിൽ മമ്മൂക്ക എത്തുന്നത്. രാജമാണിക്യം എന്ന ചിത്രത്തിലെ സംഭാഷണ ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കാം മമ്മൂക്ക ഈ ഒരു സംഭാഷണ ശൈലി കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കുക. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വന്നതോടുകൂടെ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നതോടുകൂടെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള മൂവിയായി തീരും ഈ ഒരു ചിത്രം.